എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 7-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ വൻ മാറ്റം വരികയാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. ഇത് പ്രകാരം ഇനി മുതൽ വാണിജ്യ ബാങ്കുകൾ വഴി മാത്രമായിരിക്കും പെൻഷൻ വിതരണം ചെയ്യുക. കാർഷിക ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണവും പൂർണ്ണമായും അവസാനിപ്പിച്ചു. സംസ്ഥാനത്തെ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് വീടുകളിൽ സഹകരണ സംഘങ്ങൾ വഴിയാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത്. അത് ഇതോടെ ഇല്ലാതെയാകുകയാണ്. സംസ്ഥാനത്ത് 2016 മുതൽ സഹകരണ ബാങ്കുകൾ വഴിയായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രധാനമായും നൽകിയിരുന്നത്. ഇതിനു പുറമെ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയും നിലവിലുണ്ട്. ഇനി എല്ലാവർക്കും ആ രീതിയിലേക്ക് മാറുകയാണ്. പെൻഷൻ തുക കൂടുതൽ സുതാര്യമായി ഉപഭോക്താക്കളുടെ കയ്യിലേക്ക് നേരിട്ട് എത്തിക്കുക എന്നതാണ് പുതിയ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ് ഉത്തരവിൽ വ്യക്തമാകുന്നത്. പെൻഷൻ വിതരണം ചെയ്യുന്ന അന്ന് തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിലത്തെ രീതി പ്രകാരം ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ച് 10 ദിവസത്തോളം കഴിഞ്ഞാണ് പല ആളുകൾക്കും വീടുകളിൽ പെൻഷൻ എത്തുന്നത്. ക്ഷേമ പെൻഷൻ തുക ഇനി ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതായത് വാണിജ്യ ബാങ്കുകൾ വഴി ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് വിതരണം ചെയ്യും. എന്നാൽ കിടപ്പ് രോഗികൾക്ക് ഇതിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് മാത്രം തുക നേരിട്ട് വീട്ടിലെത്തിച്ച് നൽകിയാൽ മതി എന്നും പുതിയ ഉത്തരവിലുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഓണ പെൻഷനിൽ ഈ ഒരു മാറ്റം ഉണ്ടാകില്ല. കാരണം ബാങ്ക് അക്കൗണ്ടുകൾ പുതുതായിട്ട് പല ആളുകൾക്കും നൽകേണ്ടി വരും. പല ആളുകളും ബാങ്ക് അക്കൗണ്ട് പെൻഷന് അപേക്ഷിച്ചപ്പോൾ നൽകിയിട്ടുണ്ടാവും. ചില ആളുകൾ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ പെൻഷന് അപേക്ഷിച്ചപ്പോൾ ബാങ്ക് അക്കൗണ്ട് നൽകാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്കെല്ലാം സഹകരണ ബാങ്കുകളിലല്ലാതെ ഇനി പുതിയ അക്കൗണ്ട് എടുക്കേണ്ടി വരും. ആ അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക. നിർണായകമായിട്ടുള്ള ഉത്തരവ് ഇപ്പോഴാണ് ഇറങ്ങിയത്. ഇതിനെ പ്രതിപക്ഷം വിമർശിച്ചുകൊണ്ടുള്ള ന്യൂസാണ് പ്രതിപക്ഷ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത്. കൈകളിൽ വന്നിട്ടുള്ള വാർത്ത ഇങ്ങനെയാണ്: ക്ഷേമ പെൻഷൻ ഇനി കൈകളിലേക്കില്ല, ബാങ്കിലേക്ക് മാത്രം. UDF സർക്കാർ നിർത്തുന്നത് ജനങ്ങൾക്ക് ആശ്വാസമായ സംവിധാനം എന്നാണ് വാർത്തയിലുള്ളത്. പക്ഷേ ബാങ്കിലേക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നത് വലിയ ആശ്വാസമാണ്. പല ആളുകൾക്കും വിതരണം ചെയ്യുന്ന അന്ന് തന്നെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. UPI സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ ബാങ്കിൽ പോവാതെ തന്നെ ഈ ഒരു പണം കൈമാറി എടുക്കാനും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാധിക്കും. എന്നാൽ കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ വിതരണം തുടരും എന്നുള്ളതാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു നടപടിയല്ല. പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ തന്നെ തുക എത്തുന്നു എന്നുള്ളതും വളരെയധികം ആശ്വാസകരമായിട്ടുള്ള നടപടി തന്നെയാണ്. പിന്നെ ഒരു പ്രയാസം ഉള്ളത് 25 ലക്ഷത്തോളം ആളുകൾ പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ ഉത്തരവായി വന്നിട്ടുള്ളത്. ഈ മാസത്തെ പെൻഷൻ വിതരണ ഉത്തരവ് ഉടനെ ഇറങ്ങും. 15-ാം തീയതിയോടുകൂടി ഓണ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെൻഷൻ മസ്റ്ററിംഗ് പുരോഗമിക്കുകയാണ്. ഇതുവരെ ചെയ്യാത്തവർ ഉടനെ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങിയവർ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കനത്ത മഴ. മുന്നറിയിപ്പിനെ തുടർന്ന് 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു. വിവിധ ജില്ലാ കളക്ടർമാരുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, വയനാട്, കോട്ടയം എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടും കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് ഉള്ളത്. പത്തനംതിട്ടയിൽ ഇന്ന് റെഡ് അലേർട്ടും നാളെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. കോട്ടയം ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് നിൽക്കുന്നതിനാലും നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല എന്നും കലക്ടർ അറിയിച്ചു. കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്കും ശക്തമായ മഴയും ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ
കാരണമായിട്ടുണ്ട്. വിവിധ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിനാലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാലും വെള്ളിയാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി നൽകിയ ആലപ്പുഴ ജില്ലാ കളക്ടർ ഷാജി വി നായർ ഉത്തരവിറക്കിയിട്ടുണ്ട്. മുൻനിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വയനാട്ടിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ കോളേജുകൾ, മതപഠനശാലകൾ, ട്യൂഷൻ സെന്ററുകൾ, കോച്ചിംഗ് സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല എന്നും കുട്ടികളുടെ സുരക്ഷിതത്വം സ്ഥാപന മേധാവി ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിൽ നിന്നും 86,000 പേർ പുറത്താകും. ഈ വർഷം ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവരിൽ നിന്നും 3 ലക്ഷത്തിന് മുകളിൽ വരുമാനമുണ്ട് എന്ന് കണ്ടെത്തിയ 86,000 റേഷൻ കാർഡ് ഉടമകളുടെ വിവരങ്ങൾ കണ്ടെത്തി കേന്ദ്രം കേരളത്തിന് കൈമാറി. ഇത് പ്രകാരം റേഷൻ കാർഡ് ഉടമകൾ കൈപ്പറ്റിയ ഭക്ഷ്യധാന്യങ്ങളുടെ വിപണി വിലയുടെ പിഴ ഈടാക്കും. ഇതിന്റെ ഭാഗമായി തുടർ നടപടികൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വന്ന റിപ്പോർട്ട്. PM കിസാൻ സമ്മാൻ നിധി പ്രകാരം സബ്സിഡി വാങ്ങിയ ഒരേക്കറിലധികം വസ്തുവകകൾ ഉള്ളവരുടെ വിവരങ്ങളും കേന്ദ്ര സർക്കാർ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കും പിടിവീഴും. കുടുംബത്തിൽ ഏതെങ്കിലും ഒരു അംഗം ആദായ നികുതി അടയ്ക്കുന്നുണ്ട് എങ്കിൽ മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാകണമെന്ന വ്യവസ്ഥ നിലവിലുണ്ട്. കൂടാതെ പുതിയ കമ്പനി രൂപവൽക്കരണം, GST രജിസ്ട്രേഷൻ തുടങ്ങിയവക്ക് അപേക്ഷിക്കുന്ന മുൻഗണനാ കാർഡ് അംഗങ്ങളെയും കണ്ടെത്തി അനർഹരെ ഒഴിവാക്കാനും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർ കൈപ്പറ്റിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾക്കും പിഴ ഈടാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ വിപണി വിലയനുസരിച്ച് അരിക്ക് 40 രൂപയും ഗോതമ്പിന് 29 രൂപയും പിഴയായി ഈടാക്കുന്നതാണ്. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് കേന്ദ്ര സർക്കാർ അനർഹരെ കണ്ടെത്തിയത്. റേഷൻ കാർഡ്, പാൻ കാർഡ് എന്നിവ ലിങ്ക് ചെയ്ത ആധാർ നമ്പർ ഉപയോഗിച്ച് AI സഹായത്തോടു കൂടി അനർഹരെ കണ്ടെത്തി. ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവരുടെ വിവരങ്ങൾ ക്രോഡീകരിച്ചപ്പോൾ അനർഹരെന്ന് സംശയിക്കുന്നവരുടെ വിവരങ്ങൾ സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി തത്സമയം സംസ്ഥാനങ്ങൾക്ക് കൈമാറുന്ന സംവിധാനമാണിപ്പോൾ കേന്ദ്രം സജ്ജമാക്കിയിട്ടുള്ളത്. പരിശോധന കർശനമാക്കിയതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഈ പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന മുന്നറിയിപ്പും കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. മുൻഗണനാ റേഷൻ കാർഡ് അനർഹമായി കൈവശം വെക്കുന്നവർക്കുള്ള മാനദണ്ഡം ആദായ നികുതി അടക്കുന്നതാണ്. അത് ഇതുവരെ ഈ നമ്മുടെ സംസ്ഥാനത്തൊന്നും പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ പാൻ കാർഡും ആധാർ കാർഡും ലിങ്കായി പാൻ കാർഡിലൂടെയാണ് റിട്ടേൺ സമർപ്പിക്കുന്നത്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് അറിയാം. ഇങ്ങനെ വരുമ്പോഴാണ് വാർഷിക വരുമാനം 3 ലക്ഷം രൂപയുള്ള ആളുകളൊക്കെ കണ്ടെത്തി. 86,000-ഓളം ആളുകൾ സംസ്ഥാനത്ത് 3 ലക്ഷം രൂപക്ക് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവരാണ്. അവർക്ക് മുൻഗണനാ റേഷൻ കാർഡാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്രം കണ്ടെത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ പരിശോധന നടത്തി കണ്ടെത്തുകയല്ല, കേന്ദ്രം ഡാറ്റ പരിശോധിച്ചിട്ടാണ് ഈ കണ്ടെത്തൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള റേഷൻ കാർഡ് ഉടമകൾക്കെല്ലാം വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ടാകും. അവർ സപ്ലൈ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ച് പിഴ ഈടാക്കുകയാണ് ചെയ്യുക. അരിക്ക് 40 രൂപ, ഗോതമ്പിന് 29 രൂപ എന്നിങ്ങനെയാണ് പിഴ ഈടാക്കുക. അപ്പോൾ ഇത്രയും വലിയൊരു തുക പിഴയായി അടയ്ക്കേണ്ടി വരും. നീല വെള്ള റേഷൻ കാർഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അതൊരു സുവർണാവസരമാണ്. ഇപ്പോൾ 73,000-ഓളം മുൻഗണനാ റേഷൻ കാർഡുകൾ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി വിതരണം ചെയ്ത ഉദ്ഘാടനം നടത്തിയത്. ഈ ഓഗസ്റ്റ് മാസത്തിൽ ആ ആളുകൾക്കെല്ലാം സൗജന്യ റേഷൻ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് പിന്നാലെയാണ് 86,000-ഓളം ആളുകളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കാൻ കേന്ദ്രം തീരുമാനിച്ച് സംസ്ഥാനത്തിനെ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് വിവരം. ഇങ്ങനെ ഒഴിവ് വരുന്നതിലേക്ക് അർഹരായിട്ടുള്ള മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, പുതിയ ഒരു മാറ്റം സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. 800 cc വരെ വാഹനവും 1100 സ്ക്വയർ ഫീറ്റ് വരെ വീടും ഉള്ളവർക്കും മുൻഗണനാ റേഷൻ കാർഡ് നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഉടനെ ആ ഒരു തീരുമാനം വരുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതിലേക്ക് ഉൾപ്പെടാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓണം റേഷൻ വിതരണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 10-ാം തീയതി മുതലാണ് നീല വെള്ള റേഷൻ കാർഡിനുള്ള 10 കിലോ സ്പെഷ്യൽ അരിയും
മഞ്ഞ റേഷൻ കാർഡിനുള്ള സൗജന്യ റേഷൻ കിറ്റും റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത്. അപ്പൊ കിറ്റും സ്പെഷ്യൽ അരിയും വേണം എന്നുള്ളവർ അത് കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. 10-ാം തീയതിക്ക് ശേഷം പോകുന്നതായിരിക്കും നല്ലത്. 8-ാം തീയതിയാണ് സപ്ലൈകോയുടെ ഓണം ഫെയറുകളുടെ ഉദ്ഘാടനം. 4 ഭക്ഷ്യ കിറ്റും ആ ഒരു രീതിയിലായിരിക്കും വിതരണം ഉണ്ടാകുക. ഇതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന നിരവധി പേർ പുറത്തേക്ക് പോകും. PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗം ആദായനികുതി അടയ്ക്കുന്നുണ്ട് എങ്കിൽ, ഈ വർഷം ആദായനികുതി അടച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ PM കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും ആ ഒരു അംഗം പുറത്തു പോകും. അതായത് ആരാണോ PM കിസാൻ സമ്മാൻ നിധി തുക വാങ്ങുന്നത് അവർ പദ്ധതിയിൽ നിന്നും പുറത്തു പോകും. വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരും. അതിനുവേണ്ടി നോട്ടീസ് വരും. അപ്പോൾ ആരെങ്കിലും PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കുടുംബത്തിലെ ആരെങ്കിലും ആദായനികുതി അടച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവർ PM കിസാൻ സമ്മാൻ നിധി തുക സറണ്ടർ ചെയ്യണം. അതിനുള്ളൊരു ഓപ്ഷൻ വെബ്സൈറ്റിൽ ഉണ്ട്. സ്വന്തമായിട്ട് കഴിയുന്നില്ലെങ്കിൽ അക്ഷയയിലോ അല്ലെങ്കിൽ CSC കേന്ദ്രത്തിലോ പോയിട്ട് സറണ്ടർ ചെയ്യാവുന്നതാണ്. ഇത് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല. പക്ഷേ നോട്ടീസ് വന്നാൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിച്ചുകയറ്റം. ഒരു ഇടവേളയ്ക്ക് ശേഷം 2 ദിവസം കൊണ്ട് 4000-ന് മുകളിലാണ് സ്വർണ്ണവില ഉയർന്നത്. ഇന്ന് ഗ്രാമിന് 265 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,725 രൂപയും പവന് 2,210 രൂപ വർദ്ധിച്ച് 1,09,800 രൂപയുമായിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.